Class 1 Introduction, Class 2 Photoelectric Effect, Planck's Quantum Theory, Class 3 Bode's Model and Hydrogen Spectrum. Now it is Class 4 Limitation of Bode's Model, Dual Nature and Uncertainty Principle. Okay, welcome to Structure of Atom. ഇന്ന് നമ്മൾ ക്ലാസ് 4 ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിമിറ്റേഷൻ ഓഫ് ബോർസ് മോഡലാണ്. എന്തായിരുന്നു ബോർ മോഡലിൻ്റെ ലിമിറ്റേഷൻ? ഇതാണ് ഒന്നാമത്തെ ലിമിറ്റേഷനായിട്ട് പറയുന്നത്. ഇറ്റ് ഫെയിൽസ് ടു അക്കൗണ്ട് ഫോർ ദ ഫൈനൽ ഡീറ്റെയിൽസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം സ്പെക്ട്രം. ഹൈഡ്രജൻ ആറ്റം സ്പെക്ട്രത്തിൻ്റെ ഉള്ളിൽ സെവറൽ ലൈൻസ് ഉണ്ടെന്നും ആ ലൈൻസിനെ സീരീസുകളായിട്ട് കൺസിഡർ ചെയ്യാമെന്നും ഒക്കെ ബോർ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അതിൽ ഡബിളറ്റ്സ് പോലുള്ള ഫൈനർ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ച് ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആർക്ക് പറ്റിയില്ല? ബോർ മോഡൽ ഓഫ് ആറ്റത്തിന് പറ്റിയില്ല. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദിസ് മോഡൽ ഈസ് അണേബിൾ ടു എക്സ്പ്ലെയിൻ ദ സ്പെക്ട്രം ഓഫ് മൾട്ടി ഇലക്ട്രോണിക് ആറ്റം. ബോർ മോഡൽ ഓഫ് ആറ്റം സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻഡ് spectrum of uni-electronic atoms, that is monoelectronic atoms such as hydrogen, helium 1+, lithium 2+, beryllium 3+ പോലുള്ള ആറ്റംസിൻ്റെ എല്ലാം അല്ലെങ്കിൽ അയോൺസിൻ്റെയും ഹൈഡ്രജൻ സ്പെക്ട്രം. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരുടെ പ്രത്യേകത എന്താണ്? അവർക്കൊക്കെ എന്തുള്ളൂ? 1 ഇലക്ട്രോണേ ഉള്ളൂ അവരുടെ ഓർബിറ്റലിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത്തരം ആറ്റംസിൻ്റെ എല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്തെങ്കിലും മൾട്ടി ഇലക്ട്രോണിക് ആറ്റംസ്, ഇപ്പോൾ ഹീലിയം ആറ്റത്തിൻ്റെ സ്പെക്ട്രം, ബെറീലിയത്തിൻ്റെ സ്പെക്ട്രം ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബോർ മോഡലിന് സാധിക്കുന്നില്ല. ആൻഡ് ദ തേർഡ് ലിമിറ്റേഷൻ വാസ് ബോർ തിയറി അൺഏബിൾ ടു എക്സ്പ്ലെയിൻ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻ ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഇസ് കോൾഡ് സീമൻ എഫക്റ്റ് ആൻഡ് or an electric field which is called a Stark effect. അപ്പോൾ സീമൻ ഇഫക്റ്റ്, സ്റ്റാർക്ക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണല്ലോ ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെ എക്സ്റ്റേണലായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡോ ഇലക്ട്രിക് ഫീൽഡോ എഫക്റ്റ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്പെക്ട്രൽ ലൈൻസ് എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കണേ, മോർ നമ്പേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോകുന്നു. ഈ എഫക്റ്റുകളാണ് മാഗ്നറ്റിക് ഫീൽഡ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ സ്പ്ലിറ്റിംഗ് നടക്കണമെങ്കിൽ അതിന് സീമൻ ഇഫക്റ്റ് എന്നും, ഇലക്ട്രിക് ഫീൽഡ് യൂസ് ചെയ്യുമ്പോഴാണ് സ്പ്ലിറ്റിംഗ് നടക്കണമെങ്കിൽ അതിന് സ്റ്റാർക്ക് ഇഫക്റ്റ് എന്നാണൊക്കെ വിളിക്കുന്നത്. ഇതിൻ്റെ റീസൺ എന്താണെന്നോ സ്പെക്ട്രൽ ലൈൻ സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടോ ഒന്നും ബോർ മോഡലിലെ എക്സ്പ്ലനേഷൻസ് വരുന്നില്ല. ആൻഡ് ദാറ്റ് വാസ് വൺ ഓഫ് ഹിസ് ലിമിറ്റേഷൻസ്. ആൻഡ് ദി ഫോർത്ത് വൺ, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ എബിലിറ്റി ഓഫ് ആറ്റം ടു ഫോം മോളിക്യൂൾസ് ബൈ കെമിക്കൽ ബോൺസ്. ഇലക്ട്രോണിക് സ്ട്രക്ചർ, സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം ഇതൊക്കെ സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്തെങ്കിലും ഹൗ ഡസ് ആൻ ആറ്റം പാർട്ടിസിപ്പേറ്റ് ഇൻ ബോണ്ട് ഫോർമേഷൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആർക്ക് പറ്റിയിട്ടില്ല? ബോർ മോഡലിന് പറ്റിയിട്ടില്ല. ആൻഡ് ദാറ്റ് വാസ് ദ ലിമിറ്റേഷൻ ഓർ disadvantages of Bohr model of atom. Okay, then dual behavior of matter. ആരാണ് ഈ പിക്ചറിൽ കാണുന്ന ഗൈ? ഹീസ് ലൂയിസ് ഡി ബ്രോഗ്ലി. ലൂയിസ് ഡി ബ്രോഗ്ലി ആണ് എന്തുകൊണ്ടുന്നത്? ഇലക്ട്രോൺ പോലുള്ള അല്ലേ മാസുള്ള പാർട്ടിക്കിൾസിന് എന്ത് നേച്ചർ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് മാറ്റർ ലൈക്ക് പാർട്ടിക്കിൾസിനൊക്കെ ഡുവൽ ബിഹേവിയർ ഉണ്ട്. ഏതുപോലെ? ലൈറ്റ് പോലെ. അപ്പോൾ ലൈറ്റിന് ഡുവൽ ബിഹേവിയർ ഉണ്ട് എന്ന് പ്രപ്പോസ് ചെയ്തത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് അല്ലേ. ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചറുണ്ട്, വേവ് നേച്ചറുണ്ട് എന്ന് പ്രഡിക്റ്റ് ചെയ്തത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഇൻ ദ സെയിം വേ ഇലക്ട്രോൺ പോലുള്ള മാറ്റർ പാർട്ടിക്കിൾസ്, അതായത് മാസുള്ള പാർട്ടിക്കിൾസും എന്ത് കാണിക്കുന്നുണ്ട്? ഡുവാലിറ്റി കാണിക്കുന്നുണ്ട്. ബോത്ത് വേവ് നേച്ചർ ആൻഡ് പാർട്ടിക്കിൾ നേച്ചർ കാണിക്കുന്നുണ്ട് എന്ന് ലൂയിസ് ഡി ബ്രോഗ്ലി പറയാണ്. അങ്ങനെ പറയുമ്പോൾ അവർ പറയുന്ന കാര്യം ഇതാണ്, ഇലക്ട്രോൺ പോലുള്ള അല്ലേ പാർട്ടിക്കിളുകൾക്ക് അല്ലെങ്കിൽ മാസുള്ള മാറ്ററുകൾക്ക് എന്തുണ്ടെന്ന് പറയുന്നുണ്ട്? ബോത്ത് മൊമെൻറ്റം ആസ് വെൽ ആസ് വേവ് ലെങ്ത്. മൊമെൻറ്റം ഈസ് a combined effect of mass and velocity. Lambda is the wavelength. അപ്പോൾ മൊമെൻറ്റം പാർട്ടിക്കിൾ നേച്ചറിനെയും ലാംഡ വേവ് നേച്ചറിനെയും ആണ് എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്തിനുണ്ട്? ഇലക്ട്രോൺസിന് ഉണ്ട്. അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷനാണ് ആര് കൊണ്ടുവരുന്നത്? ഡുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ലൂയിസ് ഡി ബ്രോഗ്ലി കൊണ്ടുവരുന്നത്. അങ്ങനെ ഡി ബ്രോഗ്ലി ഒരു റിലേഷൻ പറയാണ് ബിറ്റ്വീൻ ലാംഡ ആൻഡ്
മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്താ? ലീനിയർ മൊമെൻറ്റം പി ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി എം വി. അപ്പോൾ ഇക്വേഷൻ എന്താ വരുന്നത്? ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. അപ്പോൾ തന്നെ നമുക്കറിയാം ഈ ഇക്വേഷനിൽ എച്ച് എന്ന് പറയുന്ന പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ്. അപ്പോൾ ഇക്വേഷൻ്റെ ഉള്ളിൽ നമ്മൾ റിലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മൊമെൻറ്റം എന്ന് നമുക്ക് പറയാം. ദാറ്റ് മീൻസ് വേവ് നേച്ചർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പാർട്ടിക്കിൾ നേച്ചർ. അതായത് വേവ് നേച്ചർ മോസ്റ്റ് പ്രീഡോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് പാർട്ടിക്കിൾ നേച്ചർ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് കുറയുന്നു. ദെൻ വൈസ് വേഴ്സ. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ബിഗ് പാർട്ടിക്കിൾസ് അല്ലേ, അതായത് എന്താ, ലാർജ് മാസ്സുള്ള പാർട്ടിക്കിൾസിന് എന്ത് കാണുന്നില്ല എന്ന് പറയുന്നത്, മാസ് കൂടിക്കഴിഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ലാംഡ എന്ത് ചെയ്യും? കുറയും. ദാറ്റ് മീൻസ് വേവ് നേച്ചർ കുറയും. അത്തരം പാർട്ടിക്കിളുകൾക്ക് വേവ് ലെങ്ത് അല്ലെങ്കിൽ വേവ് ക്യാരക്ടർ കുറവായിരിക്കും എന്നാണ് എന്ത് ചെയ്യുന്നത് ലൂയിസ് ഡി ബ്രോഗ്ലിയുടെ ഈ വൺ ഓഫ് ദ ഫേമസ് ഡുവാലിറ്റി ഓഫ് മാറ്റർ ഇക്വേഷൻ കൊണ്ടുവരുന്നത്. ഓക്കെ, അങ്ങനെ ഇതും യൂണിവേഴ്സലി ആക്സെപ്റ്റ് ചെയ്തപ്പോൾ മറ്റൊരു പ്രിൻസിപ്പിളും കൂടി വരികയാണ്. ഈ പിക്ചറിൽ കാണുന്ന ആൾ വെർണർ ഹെയ്സൻബർഗ് എന്ന് പറഞ്ഞ ആളാണ്. ഈ വെർണർ ഹെയ്സൻബർഗ് ആണ് എന്ത് ചെയ്യുന്നത്? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ പ്രിൻസിപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ഉള്ളിലത്തെ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ്? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇങ്ങനെയാണ് പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഡിറ്റർമിൻ സൈമിൾട്ടേനിയസ്ലി ദി എക്സാക്ട് പൊസിഷൻ ആൻഡ് എക്സാക്ട് മൊമെൻറ്റം ഓർ വെലോസിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ. അപ്പോൾ ഒരു ആറ്റത്തിനുള്ളിൽ ന്യൂക്ലിയസിന് അറൗണ്ടിൽ ഉള്ള റീജിയനിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, അറൗണ്ട് ദ ന്യൂക്ലിയസ്. അത്തരം ഒരു ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോണിൻ്റെ പൊസിഷൻ ആസ് വെൽ ആസ് വെലോസിറ്റി രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് അറ്റ് എ ടൈം പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണെന്നാണ് പറയുന്നത്. ബിക്കോസ് ഇഫ് വി ആർ more accurately calculate the position, then we got a large amount of uncertainty in its velocity and vice versa. Okay, അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത് ഹെയ്സൻബർഗ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്രഡിക്റ്റ് ദി എക്സാക്ട് പൊസിഷൻ അല്ലേ, പൊസിഷൻ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ വി ക്യാൻ ഓൺലി പ്രഡിക്റ്റ് ദ പ്രോബബിലിറ്റി ടു ഫൈൻഡ് ഇലക്ട്രോൺ ഇൻസൈഡ് ആൻ ആറ്റം അറൗണ്ട് ദ ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ചുറ്റുമുള്ള സ്പേസിൽ ഒരു ആറ്റത്തിൽ ഇലക്ട്രോണിനെ അല്ലേ എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, കാണാനുള്ള പ്രോബബിലിറ്റി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് വരികയാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π. എന്താണ് അത് മീൻ ചെയ്യുന്നത്? ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ, ഡെൽറ്റ പി പറഞ്ഞു കഴിഞ്ഞാൽ അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം. അതിനെ തന്നെ നമുക്ക് എം ഇൻറ്റു ഡെൽറ്റ വി എന്നും എഴുതാം. പി ഈസ് ഈക്വൽ ടു എന്താണ്, എം വി ആണ് അല്ലേ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π എ കോൺസ്റ്റൻറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതായത് അൺസർട്ടനിറ്റിയുടെ പ്രൊഡക്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇവിടെ നോക്കൂ, നമ്മൾ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ഡിക്രീസ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പോൾ നമുക്കിവിടെ റൈറ്റ് സൈഡിലൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ RHSൽ കോൺസ്റ്റൻറ്റ് വാല്യൂ അല്ലേ, അപ്പോൾ LHSലത്തെ ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്താൽ ദാറ്റ് ഓട്ടോമാറ്റിക്കലി എഫക്റ്റ് വാല്യൂ ഓഫ് ഡെൽറ്റ പി. ഡെൽറ്റ പി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ആൻഡ് വൈസ് വേഴ്സ, ഡെൽറ്റ പി ഡിക്രീസ് ചെയ്യാൻ ശ്രമിച്ചാൽ ഡെൽറ്റ എക്സ് ഇൻക്രീസ് ചെയ്യും. ഇതാണ് എന്ത് പറയുന്നത് വെർണർ ഹെയ്സൻബർഗ് പറയുന്നത്, വി കനോട്ട് പ്രഡിക്റ്റ് ദി എക്സാക്ട് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം സൈമിൾട്ടേനിയസ്ലി അറ്റ് ദ സെയിം ടൈം പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്തായിരുന്നു ഈ ലോയുടെ കോൺസിക്വൻസ്? ഇറ്റ് റൂൾസ് ഔട്ട് ദി എക്സിസ്റ്റൻസ് ഓഫ് ഡെഫിനിറ്റ് പാത്ത് ഓർ ട്രജക്ടറി ഓഫ് ഇലക്ട്രോൺ. ബോർ മോഡലിൽ പറഞ്ഞിരിക്കുന്ന പോലെ അല്ലേ, ഒരു സർക്കുലാർ പാത്തിൽ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു എന്നുള്ള, അല്ലെങ്കിൽ അതിനെയാണ് ഓർബിറ്റ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ എന്താ പറയുക കൺസെപ്റ്റ് തന്നെ റൂൾ ഔട്ട് ചെയ്യുകയാണ് എന്ത് ഈ പർട്ടിക്കുലർ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അങ്ങനെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്, ഇത് ഇലക്ട്രോൺ പോലുള്ള അല്ലേ വളരെ ടൈനി പാർട്ടിക്കിൾസിന് മാത്രമാണ് അപ്ലിക്കബിൾ. മാസ് കൂടുന്തോറും വി ക്യാൻ എക്സാക്ട്ലി പ്രഡിക്റ്റ് ബോത്ത് മൊമെൻറ്റം ആസ് വെൽ ആസ് പൊസിഷൻ അറ്റ് സൈമിൾട്ടേനിയസ്ലി എന്നും കൂടി എന്ത് പറയുന്നുണ്ട്, ഹെയ്സൻബർഗ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാസ് കുറവുള്ള പാർട്ടിക്കിൾസിനാണ് ഹെയ്സൻബർഗ് പ്രിൻസിപ്പിൾ സിഗ്നിഫിക്കൻ്റ് ആവുന്നത്. മാസ് കൂടുന്തോറും ഈ പ്രിൻസിപ്പിൾ ഇൻസിഗ്നിഫിക്കൻ്റ് ആവുന്നു. അതായത് നമുക്ക് പൊസിഷനും വെലോസിറ്റിയും ഒരുമിച്ച് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഈ രണ്ട് തിയറീസ് അല്ലേ, ഈ രണ്ട് തിയറീസ് എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? ഒന്ന് ഡ്വൽ ബിഹേവിയർ ഓഫ് മാറ്റർ, രണ്ട് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇതാണ് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്? പുതിയൊരു ആറ്റം മോഡൽ. ആ ആറ്റം മോഡലിൻ്റെ പേരാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ.
അവിടേക്ക് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെയായിരുന്നു? ഡുവൽ ബിഹേവിയർ ഓഫ് മാറ്ററും അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും. ആ ഡുവൽ ബിഹേവിയർ ഓഫ് മാറ്ററിൻ്റെ പ്രത്യേകത, ഡുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ കൺസിഡർ ചെയ്യുന്ന സയൻസിൻ്റെ ഒരു ബ്രാഞ്ച് തന്നെ എന്ത് ചെയ്യുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആ ബ്രാഞ്ചിൻ്റെ പേരാണ് ക്വാണ്ടം മെക്കാനിക്സ്. Quantum mechanics deals with the dual nature, both particle as well as wave nature of matter, such as electrons. അല്ലേ? അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നതെന്ന് പറയുന്നത്, പുതിയൊരു ആറ്റം മോഡലിലേക്ക് ലീഡ് ചെയ്യുന്നത്. ആ ആറ്റം മോഡലിലേക്ക് ലീഡ് ചെയ്യുന്ന അല്ലേ ഒരു ഫാക്ടർ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. അല്ലേ, എന്തായിരുന്നു ആ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്കൊരു വീണ്ടും ഒരു ആളുടെ പടം കാണാം. ഇയാൾ എർവിൻ ഷ്രോഡിംഗർ എന്നാണ് ഇയാളുടെ പേര്, എർവിൻ ഷ്രോഡിംഗർ. എർവിൻ ഷ്രോഡിംഗർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് തരികയാണ്. എന്ത് റിലേഷനാണ് തരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എച്ച് സൈ ഇസ് ഈക്വൽ ടു ഇ സൈ. നിങ്ങൾക്ക് കാണാം എച്ച് സൈ ഇസ് ഈക്വൽ ടു ഇ സൈ. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ടോട്ടൽ എനർജി, അതാണ് ഇ എന്ന് പറയുന്നത്, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഇ എന്ന് പറയുന്നത് എന്തായിരിക്കുന്ന പറഞ്ഞാൽ, വി ക്യാൻ മാത്തമാറ്റിക്കലി എക്സ്പ്രസ്. ആ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്ററാണ് എച്ച്, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ആസ് എ ഫങ്ഷൻ ഓഫ്, അല്ലെങ്കിൽ ആസ് എ വേവ് ഫങ്ഷൻ, ടോട്ടൽ എനർജീനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു വേവ് ഫങ്ഷൻ എന്നുള്ള നിലയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആ വേവ് ഫങ്ഷനാണ് സൈ. അപ്പോൾ എക്സാക്ട്ലി ഏത് ഭാഗത്താണ് ഒരു ആറ്റത്തിൻ്റെ ടോട്ടൽ എനർജി എങ്ങനെയൊക്കെ വാരി ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോൺസ്, ഈ എനർജി കൂടുതലുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ എന്തെങ്കിലുമൊക്കെ പാർട്ടിക്കിളിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നാണ് മീൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഉള്ളിലത്തെ എനർജി വേരിയേഷൻ സക്സസ്ഫുള്ളി പ്രഡിക്റ്റ് ചെയ്യാൻ ആർക്ക് സാധിച്ചു? നമ്മുടെ എർവിൻ ഷ്രോഡിംഗറിന് സാധിക്കുകയാണ്. അപ്പോൾ എർവിൻ ഷ്രോഡിംഗറിൻ്റെ ഈ ഇക്വേഷൻ നമ്മൾ കാണുമ്പോൾ വളരെ സിമ്പിൾ ആണെങ്കിലും മാത്തമാറ്റിക്കലി ഇത് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പാൻഷൻസ് ഉള്ളത് കാരണം ഇത് ഹൈഡ്രജൻ ആറ്റത്തിനാണ് വളരെ സ്യൂട്ടബിൾ ആയിരുന്നത്. മൾട്ടി ഇലക്ട്രോണിക് ആറ്റംസ് വന്നപ്പോൾ ഒരുപാട് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, വ്യത്യാസങ്ങളുണ്ടായിരുന്നു, ഒരുപാട് കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നതെന്ന് പറയുന്നത്, പുതിയൊരു ആറ്റം മോഡലിലേക്ക്, അതായത് വേവ് ഫങ്ഷൻ കൺസിഡർ ചെയ്തുകൊണ്ട് പുതിയൊരു ആറ്റം മോഡലിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ വേവ് ഫങ്ഷൻ എന്ന് പറയുന്നത്, അതായത് സൈ, PSI എന്നാണ് ആ സിമ്പിളിനെ സൂചിപ്പിക്കുന്നത്. മൊത്തം ആറ്റത്തിൻ്റെ എനർജി, ദ ടോട്ടൽ എനർജി ഓഫ് എൻ ആറ്റം ഓർ എ സിസ്റ്റം ഈസ് എ ഫങ്ഷൻ. അതൊരു എന്താക്കിയിരിക്കുകയാണ്, വേവ് ഫങ്ഷൻ ആക്കിയിരിക്കുകയാണ്. എന്തിൻ്റെ? വേവ് ഫങ്ഷൻ എന്നുള്ള നിലയിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ്. ആ ഇക്വേഷനാണ് എച്ച് സൈ ഈക്വൽ ടു ഇ സൈ. ഈ ഇക്വേഷനെ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ എന്നാണ് പറയുന്നത്, ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. ഇതിൽ സൈ എന്ന് പറഞ്ഞ വേവ് ഫങ്ഷനാണ് നമുക്ക് ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺസിൻ്റെ അല്ലേ പ്രോബബിലിറ്റി പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണ് പുതിയ ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ആ ആറ്റം മോഡലിൻ്റെ പേരാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ആ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ അല്ലേ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ സൈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കോൺസ്റ്റൻറ്റും, ആ കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ചിട്ട് ഒരു ഇലക്ട്രോണിന് 4 നമ്പേഴ്സ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ആ നമ്പേഴ്സിന് ഡെസിഗ്നേഷൻ NLMS എന്നാണ്. അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.